നമസ്കാരം. ഓരോ ദിവസം കഴിയുന്തോറും വഖഫ് ബോർഡിനെ കുറിച്ചുള്ള ദുരൂഹതകൾ വർദ്ധിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ വരുമാനത്തെക്കാൾ കൂടുതൽ ആസ്തി സമ്പാദിച്ചതിന് കർണാടക വഖഫ് മന്ത്രി സമീർ അഹമ്മദ് ഖാന് ലോകായുക്ത നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം ഇത് സംബന്ധിച്ച് ഡിസംബർ 3-ന് അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാവണം. IMA പോൺസി കുംഭകോണത്തിലെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട രേഖകൾ ED പരിശോധിച്ചിരുന്നു. ED ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിൻ്റെയും ACB ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക അന്വേഷണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കർണാടക വഖഫ് മന്ത്രിയായ സമീർ അഹമ്മദ് ഖാന് എതിരെ നടപടികൾ തുടരുന്നത്. 2005 മുതൽ ചാമരാജപേട്ട MLA ആണ് ഇദ്ദേഹം. വഖഫ് ബോർഡ് ചെയർമാനായും മന്ത്രിയായും പ്രവർത്തിച്ച സമീർ 87 കോടി രൂപ കൈപ്പറ്റിയതായി ബന്ധപ്പെട്ട രേഖകളാണ് ഇപ്പോൾ ED കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ED ഇദ്ദേഹത്തിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. വഖഫ് ബോർഡ് ഓരോ ദിവസം കൂടുന്തോറും അതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ, വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഈ തരത്തിൽ മുന്നോട്ട് പോവുകയാണ്. എങ്ങനെയാണ് ഈ കോടികൾ, കണക്കിൽപ്പെടാത്ത അല്ലെങ്കിൽ വരുമാനത്തേക്കാൾ കൂടുതൽ കോടികൾ എങ്ങനെയാണ് ഈ മന്ത്രിക്ക് സമ്പാദിക്കാനായത് എന്നതിലേക്കാണ് ഇപ്പോൾ അന്വേഷണം എത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.